ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കു ആൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സദ്യ സ്റ്റൈലുള്ള ഒരു പാലട പ്രഥമനാണ്. അപ്പം മധുരം ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും. അങ്ങനെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ പാലട പ്രഥമൻ. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഓണൊക്കെ വരികയാണ്. ഇപ്പോൾ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലാണ് നമ്മൾ പാല് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണ കുക്കർ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ഞാനിവിടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാല് പിരിയില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ 2 പാക്കറ്റ് പാൽ ഒഴിച്ചതിന് ശേഷം ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏത് ഗ്ലാസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ പാലൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പാലടയുടെ കളർ എപ്പോഴും നല്ലൊരു ലൈറ്റ് ഒരു ഓറഞ്ച് കളറായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. ഇനി നമുക്ക് അട വേവിച്ചെടുക്കാനായിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൂട്ടി ഒഴിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അട ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് അടയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് അട ആയതുകൊണ്ട് ഇത്രയും വെള്ളം മതി. അത് നല്ല രീതിയിൽ അതിൽ വെന്ത് വന്നോളും. ഇനി നമുക്കിത് വെന്തോന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ചെറിയ ടൈപ്പ് അടയുണ്ടായിരിക്കും, ഇത്തിരി വലിയ ടൈപ്പും ഉണ്ടായിരിക്കും, വലിപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഈ വലുത് ഒന്ന് വെന്ത് വരാനായിട്ട് ഇത്തിരി താമസമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചുടയ്ക്കുമ്പോൾ അതിങ്ങനെ ഉടഞ്ഞു വരും. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്തിരിയും കൂടി ആവാനുണ്ട്. ഇനി അതേ ഞാൻ ലാസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ അതേ നമ്മുടെ അട ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഒരു ഉരുളി എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ നമുക്കൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതേ ഒരു ബ്രൗൺ കളർ, നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കാരമലൈസ് ആയിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ആ നെയ്യും ആ കാരമലായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന അട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അട നമ്മൾ വെന്തതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഇതിൻ്റെ ആ പശപ്പശപ്പ് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് ഊറ്റിയെടുക്കുക. എന്നിട്ട് ഇതിനെ ഇതിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെപ്പോഴും മിക്സ് ചെയ്തെടുക്കുക മാത്രമല്ല, ഇതിനെ നല്ല രീതിയിൽ ഇതിലിട്ടിട്ട് ഉടച്ചെടുക്കണം. അങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ നമ്മുടെ പായസത്തിൽ ഈ അട നല്ല തരിയായിട്ട് കിട്ടും നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ ഇതേ ഒരു പരുവത്തിൽ ആവും. നോക്കിയാൽ നമ്മുടെ ആ കളറൊക്കെ കണ്ടില്ലേ, ആ കാരമലൈസ് ആയിട്ടുള്ള ഇതായിട്ടും അടയും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ഒരു കളറിലേക്ക് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 45 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ള പാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും പാൽ എടുക്കുമ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊരു 15 മിനിറ്റും കൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൽ നോക്കിയ പാലും അടയൊക്കെ കുറേ, അതായത് പാല് ഇതിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിത് അടയായിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും ഇതിനൊന്ന് കുറുക്കിയെടുത്തിട്ട് ഇതേ ഒരു പരുവം, ഇത്രയും വെള്ളം വേണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കുറച്ചാൽ ഇത് കട്ടിയായി പോവും റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയും ഒരു പരുവത്തിൽ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് 3 ടേബിൾ സ്പൂൺ, അതായത് ഈ ഒരു കയ്യിൽ കൊണ്ട് ഒരു കയ്യിൽ, ഇപ്പം 3 ടേബിൾ സ്പൂണാണ് അതിൻ്റെ അളവ്. അത്രയും അളവിൽ നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പരുവാണ് കേട്ടോ നമ്മുടെ
മധുരം എന്ന് പറയുന്നത്. ഈ ഇത്ര ആഡ് ചെയ്താൽ മാത്രം മതി, ഇതിന് കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് പരുവാണ്. മാത്രമല്ല ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ വീണ്ടും വെള്ളം വറ്റിക്കാനായിട്ട് അതായത് ആ പാല് ഇനിയും വറ്റിച്ചെടുക്കരുത്. കാരണം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിരുന്ന് കട്ടയാവും. അതുകൊണ്ട് ഇത്രയും മാത്രം ആവുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെ നമ്മുടെ പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാണിത്. മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം നമ്മുടെ ഓണസദ്യയിൽ എന്തായാലും പായസം ഉണ്ടാകും. അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പാലട പ്രഥമൻ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.